ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയുടെ അപ്രീസിയേഷനാണ്. ഇന്നലെ അതിൻ്റെ സമ്മറി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അപ്രീസിയേഷനിലേക്ക് കടക്കാം. അപ്രീസിയേഷൻ എഴുതാൻ 5 മാർക്കിന് ക്വസ്റ്റ്യൻ എന്തായിരുന്നാലും ഉണ്ടാകും, അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആൻസർ എഴുതാനും വരാം. രണ്ട് രീതിയിലും ഈ കവിതയിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് അപ്രീസിയേഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് അതിലെ കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച്, പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ ഐ ഹേർഡ് 1000 blended notes. അവിടെ 1000 blended notes, 1000കണക്കിന് ഇടകലർന്ന ശബ്ദങ്ങൾ പ്രകൃതിയിൽ നിന്നും കവി കേട്ടു. 1000കണക്കിന്, അവിടെ ഒരു എക്സാഗ്രേഷനാണ് വരുന്നത്. അത് വലിപ്പം കൂട്ടി പറയുകയാണ്. 1000 ഇടകലർന്ന ശബ്ദങ്ങൾ പ്രകൃതിയുടെ വിവിധ വസ്തുക്കളിൽ നിന്നും കേട്ടു. അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഹൈപ്പർബോൾ ആണ്, അത് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഇതിൻ്റെ റൈം സ്കീമാണ് AB. അതായത് ആദ്യത്തെ വരിയുടെയും മൂന്നാമത്തെ വരിയുടെയും അവസാനത്തെ വാക്ക് റൈമിംഗ് ആയിരിക്കും. രണ്ടാമത്തെ വരിയുടെയും നാലാമത്തെ വരിയുടെയും അവസാനത്തെ വാക്ക് റൈമിംഗ് ആയിരിക്കും. ഉദാഹരണത്തിന് നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ് മൈൻഡ്. അതുപോലെ ലിങ്ക്, തിങ്ക്, റാൻ, മാൻ. അതുപോലെ ബാക്കി എല്ലാ സ്റ്റാൻസയിലെയും ആദ്യത്തെ വരിയുടെയും മൂന്നാമത്തെ വരിയുടെയും അവസാനത്തെ വാക്കുകളും രണ്ടാമത്തെ വരിയുടെയും നാലാമത്തെ വരിയുടെ അവസാനത്തെ വാക്കുകളുമാണ് റൈമിംഗ് വേർഡ്സ്. അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് AB. പിന്നെ നമുക്ക് ഇതിൽ ഒരുപാട് വിഷ്വൽ ഇമേജസ് ഉണ്ട്. പെരിറിങ്കിൾ, അതുപോലെ ഫ്ലവേഴ്സ് ഒത്തിരി അതിൽ പറയുന്നുണ്ട് അല്ലേ. പ്രിംറോസ് സ്റ്റബ്സ്, അതുപോലെ ഗ്രോവ്, ബേർഡ്സ് ഹോപ്പിംഗ്, ഇതെല്ലാം നമുക്ക് വിഷ്വൽ ഇമേജസ് ആയിട്ട് എടുക്കാം. ഇമേജറി എന്ന് പറയുന്നത് കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഓടിയെത്തുന്ന ബിംബങ്ങളെയാണ് ഇമേജസ് എന്ന് പറയുന്നത്. അപ്പം കണ്ണിലൂടെ കടന്നു പോകുന്ന ഈ ഫ്ലവേഴ്സ്, അതുപോലെ ബേർഡ്സ്, ഗ്രോവ്, ഗ്രീൻ പവർ, ഇതെല്ലാം കണ്ണിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അത് വിഷ്വൽ ഇമേജിൽ വരും. കാതിലൂടെ കേൾക്കാൻ പറ്റുന്നത് 1000 blended notes, പ്രകൃതിയിലെ വിവിധ തരം ശബ്ദങ്ങൾ. അതുപോലെ അവസാനത്തെ സ്റ്റാൻസിലെ ലെമൻഡ് എന്ന് പറയുമ്പോൾ മനുഷ്യനോട് എന്താണ് ചെയ്തത് എന്നോർത്ത് കവി വിലപിക്കുന്നു. ആ വിലാപം നമുക്ക് കേൾക്കാം. അപ്പം 1000 blended നോട്ട്സും ലെമൻഡുമാണ് ഓഡിറ്ററി ഇമേജിൽ വരുന്നത്. ഇനി അടുത്തത് ടാക്ടൈൽ ഇമേജാണ്. ടാക്ടൈൽ ഇമേജ് എന്ന് പറയുമ്പോൾ സ്പർശനത്തിലൂടെ അനുഭവപ്പെടുന്ന ബിംബങ്ങളാണ്. എവ്രി ഫ്ലവർ എൻജോയ്സ് ദെയർ ഇറ്റ് ബ്രീത്ത്സ്. ഓരോ പുഷ്പവും അത് ശ്വസിക്കുന്ന വായു ആസ്വദിക്കുന്നു. അപ്പം അതൊരു പ്രത്യേക സ്പർശന ശക്തിയിലൂടെ മാത്രമേ അത് ആസ്വദിക്കാൻ കഴിയൂ. ആ വരിയാണ് ടാക്ടൈൽ ഇമേജിന് എക്സാമ്പിളായിട്ട് ഉള്ളത്. ഇനിയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ആലിട്രേഷൻ, റെപ്പറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. കോൺസണന്റ് സൗണ്ട്സ് അടുത്തടുത്ത് വരുന്നതാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അവിടെ മാൻ എന്നുള്ള വാക്ക് 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം M 2 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് ദെയർ വാസ് പ്ലഷർ ദെയർ. അവിടെ T ആവർത്തിച്ച് വരുന്നുണ്ട്. ദിയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. അവിടെ ദിയർ തോട്ട്സ് T 2 പ്രാവശ്യം വരുന്നുണ്ട് അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ ഈ 3 വരികളാണ് നമുക്ക് ആലിട്രേഷന് എഴുതാൻ കഴിയുന്നത്. റെപ്പറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. ഇനി അസണൻസ് ഉണ്ട്, അത് വേറൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്.
ഒരു വാക്കിൻ്റെ അകത്ത് വവൽ സൗണ്ട്സ് അടുപ്പിച്ചടുപ്പിച്ച് വരണം. പെരിറിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. പെരിവിങ്കിൾ എന്ന് പറയുമ്പം അവിടെ ഐ വരുന്നുണ്ട്, വിങ്കിളിൻ്റെ അവിടെ ഡബ്ല്യു കഴിഞ്ഞ് ഐ വരുന്നുണ്ട്. ട്രെയിൽഡ് എയും ഐയും വരുന്നുണ്ട് അവിടെ സ്പെല്ലിങ്ങിൽ. അതുപോലെ റീഡ്സിൽ ഇയും എയും വരുന്നുണ്ട്. അപ്പോൾ ഒരു വാക്കിനകത്ത് വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത് അസണൻസ് എന്ന് പറയും. ഇതിനെല്ലാം പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയും. ഇനി ഇതിലുള്ളത് പേഴ്സോണിഫിക്കേഷനാണ്. അതായത് നോൺ ലിവിങ് തിങ്സ് ആർ ആട്രിബ്യൂട്ടഡ് ദ ക്വാളിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ്. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജീവനില്ലാത്ത സാധനങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നേച്ചറിനെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. പ്രകൃതിയുടെ ഉദാത്തമായ സൃഷ്ടികളെയെല്ലാം പ്രകൃതി മനുഷ്യൻ്റെ ആത്മാവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ ആത്മാവുമായി ബന്ധിപ്പിക്കാനുള്ള ആ ഒരു കഴിവ്, മനുഷ്യസഹജമായ കഴിവ് പ്രകൃതിക്ക് കൊടുത്തിരിക്കുന്നതിനാൽ ആ വരി പേഴ്സോണിഫിക്കേഷനാണ്. അതുപോലെ എവ്രി ഫ്ലവർ എൻജോയ്സ് ദെയർ ഇറ്റ് ബ്രീത്ത്സ്. എല്ലാ പുഷ്പങ്ങളും അവ ശ്വസിക്കുന്ന വായു ആസ്വദിക്കുന്നു. ഈ വായുവൊക്കെ ആസ്വദിക്കാനായിട്ട് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ, പലതരത്തിലുള്ള മണങ്ങളൊക്കെ. അപ്പം ആ ഒരു കഴിവ് പുഷ്പത്തിന് അത് ശ്വസിക്കുന്ന വായു ആസ്വദിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ അത് മനുഷ്യസഹജമായ ഒരു ക്വാളിറ്റി ഫ്ലവറിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞിട്ട് നേച്ചേഴ്സ് ഹോളി പ്ലാൻ, പ്രകൃതിയുടെ വിശുദ്ധമായ പദ്ധതി. സാധാരണ മനുഷ്യന്മാരാണ് പഞ്ചവത്സര പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ പ്രകൃതി അതിൻ്റെ വിശുദ്ധമായ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയുമായി ഒരുമയോടെ സൗഹാർദ്ദത്തോടെ കഴിയണം എന്നൊരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ 3 വരികളുമാണ് പേഴ്സോണിഫിക്കേഷനായിട്ട് അവിടെ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ കവിതയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലും വരാം. ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്രീസിയേഷൻ എഴുതാനാണ്. ഇത് കഴിഞ്ഞ വർഷം മാറിയ കവിതയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ പൂളിൽ കാണാൻ സാധ്യതയില്ല. ബാക്കി എല്ലാ കവിതയുടെയും അപ്രീസിയേഷൻസ് SCERT പൂജപ്പുരയിൽ ക്വസ്റ്റ്യൻ പൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് മാറിയ കവിതയായതുകൊണ്ട് നമ്മൾ എഴുതി തന്നെ ശീലിക്കണം. അപ്പോൾ ഇത് എഴുതാനുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേർഡ്സ്വർത്തിനെ കുറിച്ച് 1-2 വാക്കുകൾ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ കവിതയുടെ ആശയം വേണം എഴുതാൻ. ലാസ്റ്റ് സ്റ്റാൻസയിൽ ഈ ഫിഗർ ഓഫ് സ്പീച്ച്, ആലിട്രേഷൻ, അസോണൻസ്, പേഴ്സോണിഫിക്കേഷൻ, റൈമിംഗ് വേർഡ്സ്, റൈം സ്കീം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി എഴുതാം. പിന്നെ കവിത വളരെ സിമ്പിളാണ്. ഇറ്റ് ഷോസ് ദ ലവ് ഓഫ് മാൻ ടുവേർഡ്സ് നേച്ചർ. പ്രകൃതി, മാൻ ഷുഡ് ലവ് നേച്ചർ. അപ്പോൾ ഇവിടെ ആ അപ്രീസിയേഷൻ്റെ ആ ഒരു ഫോം ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പം വേർഡ്സ്വർത്ത് ഈസ് സിറ്റിംഗ് വെരി കംഫർട്ടബിളി ഇൻ എ grove watching the sceneries around him. He is very happy to see the creatures in nature, but at the same time he is very sad because he thinks what man has made of man. Man has exploited nature in many ways and he can't enjoy the beauty of nature. Nature has blessed man with so many precious, beautiful things, but man doesn't have enough time to enjoy it. He is exploiting it badly for constructing houses, sand mining, everything is being done by man for his selfishness. So this kind of selfishness should be avoided and man should be very harmonious with nature. Only then he will get peace of mind. Here the poet says that everything in nature is very happy and contented, but man is not satisfied because he is fighting among himself. And this is the gist of that poem. Likewise, you can write the summary or appreciation of the poem. So you can first write
something about the author, then you can come to the summary of the poem, and in the last paragraph you can include all the figures of speech, the message of the poem, everything in the concluding stanza. So please go through the poem, go through the question answers given in the textbook, and then try to study that. So 5-mark appreciation question and question answer model type question also you will get. 4 or 5 questions you will get that you have to answer. So this is all about that poem. So please study. We can go to the next lesson in the coming video. Thank you.